സൈലൻസറോട് ഒരു ടിൻ പെയിൻറ്റ് വെച്ചിട്ട് ബ്ലാക്ക് കളറിലോട്ട് മാറ്റുകയാണ്. മാറ്റ് ബ്ലാക്ക് കളറാണിത്. സോ ഇതിൻ്റെ സൈലൻസറിൻ്റെ ഷീൽഡ് ഓൾറെഡി ഞാൻ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഇത് പെയിൻ്റ് അടിച്ച് ഫിനിഷ് ചെയ്തിട്ട് കാണിക്കാം. ഇപ്പോൾ നമ്മുടെ കുറേയൊക്കെ വർക്കുകളൊക്കെ കഴിഞ്ഞു. സ്റ്റിക്കർ വർക്ക് കഴിഞ്ഞു. അതുപോലെ നല്ല സൈലൻസർ പെയിൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സ്ക്രാച്ചൊക്കെ അതിൽ വന്നാണ്. പുട്ടിയൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് പെയിൻറ്റ് ചെയ്തു. അപ്പോൾ ഇതെല്ലാം നമ്മൾ മാസ്ക് ചെയ്തിട്ട് ആ ഒരു 2021-22 മോഡലിൽ വരുന്ന രീതിയിൽ തന്നെയാണ് പെയിൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഫ്രണ്ട് മഡ് ഗാർഡ് ബ്ലാക്കിലോട്ട് മാറ്റണം. ഞാനിത് ജസ്റ്റ് റെഡ് തന്നെ വെച്ചാണ് ഒന്ന് മാറ്റുന്നതിന് മുമ്പ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടി. പിന്നെ നമുക്ക് പൾസറിൻ്റെ ലോഗോ ഇവിടെ ചെയ്യാനുണ്ട്, അത് ഓർഡർ ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ടാങ്കിലെ പാഡ്, ഈ ഒരു 3 കാര്യങ്ങളാണ് അത്യാവശ്യമായിട്ടുള്ളത്. പിന്നെ നമ്മുടെ സീറ്റ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഓൾറെഡി നമ്മൾ സീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വീണ്ടും നമ്മുടെ പ്രിയപ്പെട്ട പൂച്ച തന്ന ഒരു പണിയാണിത്. അപ്പോൾ തൽക്കാലം ഞാനൊന്നും ചെയ്തിട്ടില്ല, ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ചെയ്തിട്ട് ഒരു പോളിഷിങ്ങും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്ത് ഒന്ന് റെഡിയാക്കി എടുക്കാം. പിന്നെ
ബാക്കി വരുന്ന ചെറിയ എൻജിൻ സൈഡ് വർക്കുകളും കാര്യങ്ങളും, പിന്നെ അതുപോലെ തന്നെ മറ്റു വർക്കുകളുണ്ട്. നമ്മുടെ ഈ ഒരു ബ്രേക്ക് ലൈൻ വന്നിട്ട് 120 ലെങ്ത്തിൽ വരുന്ന ഒരു കേബിളാണ് വാങ്ങിച്ചിരിക്കുന്നത്. റെഡ് കളറിലാണ് വാങ്ങിച്ചിരിക്കുന്നത്. നമ്മളത് ഫിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് ഫൈനൽ വർക്കായിട്ട് ചെയ്യാമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സ്റ്റിക്കറും കാര്യങ്ങളും എല്ലാം വന്ന് നെക്സ്റ്റ് വീക്കിലേക്ക് ഇതിൻ്റെ എന്താ പറയുന്നത് ഫുള്ളായിട്ടുള്ള ഒരു കംപ്ലീഷൻ വീഡിയോ എടുക്കാമെന്ന് പ്ലാൻ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ കുറേ ദിവസങ്ങളായിട്ട് ഞാൻ വർക്ക് ചെയ്യുകയാണിതിൽ. മറ്റ് സമയത്തിനനുസരിച്ച് സമയക്കുറവൊക്കെ ഉള്ള പ്രശ്നങ്ങളുകൊണ്ട് വീഡിയോ എന്താ പറയുന്നത് വർക്കും നടക്കുന്നില്ല, വീഡിയോയും നടക്കുന്നില്ല എന്നുള്ളൊരവസ്ഥയാണ്. അപ്പോൾ ഇനിയിപ്പം DKയിലൂടെ ഒക്കെ വന്നാലേ ഒരു പൂർണ്ണത കിട്ടത്തുള്ളൂ. അപ്പോൾ അതുവരെ ഇങ്ങനെയൊക്കെ തൽക്കാലത്തേക്ക് ഒന്ന് ട്രയൽ റൺ ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ലാസ്റ്റിൽ ഈ ഒരു കവർ പെയിൻ്റ് അടിക്കുന്ന കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ ഈ കവർ നമുക്ക് പെയിൻ്റ് അടിച്ച് കിട്ടിയിട്ടുണ്ട്. കവർ ഫിക്സ് ചെയ്തു. മെറ്റാലിക് കളറാണ് ഇതും. ടാങ്കിൽ കാണിച്ചിരുന്ന അതേ സെയിം പെയിൻറ്റ് മെറ്റീരിയലാണ് നമ്മുടെ കവറിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇനിയും അലോവീലിൻ്റെ സ്ട്രൈപ്പ് അങ്ങനെയുള്ള ചെറിയ കുറച്ച് വർക്കുകളൊക്കെയാണ് പെൻഡിങ് ഉള്ളത്. അപ്പം നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് തോന്നുന്നു ഈ ഒരു 1 വീക്കിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഈ വീഡിയോയിൽ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും വേഗം കാണാം. അതുവരെ സീ യു, ടേക്ക് കെയർ, ബൈ ബൈ.